നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശിവരാമകൃഷ്ണനെയാണ്. അപ്പം ശിവരാമൻ ആകെ ഇതായിട്ട് ആൾ ഒരക്ഷരം മിണ്ടുന്നില്ല. ആളിങ്ങനെ എഴുന്നേറ്റ് ഇവരെ പിടിച്ച് എഴുന്നേപ്പിച്ച് ഒരു കസേരയിൽ ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമല്ലോ, അത് ഒരക്ഷരം മിണ്ടുന്നില്ല. പ്രതിമ കണക്കിന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ നീലിയും മധുവും ഒക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവർ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് എല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ശ്യാമള കേട്ടോ. അപ്പൊ പേപ്പറൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് നമ്മുടെ കുഞ്ഞപ്പൻ വരുന്നത്. അപ്പൊ കുഞ്ഞപ്പന്റെ ഓട്ടോറിക്ഷയുടെ ഒച്ച കേട്ടപ്പോഴത്തേനും ഇന്ദിര വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു. ആഹാ, അല്ല നീ എവിടെയായിരുന്നോ? ഒരു അത്യാവശ്യത്തിന് വിളിച്ചാൽ നിന്നെ കിട്ടുപോലും ഇല്ലല്ലോ. നീ എവിടെ പോയി കിടക്കായിരുന്നു? അത് പിന്നെ എന്റെ ചേച്ചി ഒരു ഓട്ടം കിട്ടി പോയേക്കായിരുന്നു. അവന്റെ ഓരോ ഓട്ടം എന്നൊക്കെ പറഞ്ഞ് ഇന്ദിര ഇങ്ങനെ ചൂടാകണം. അല്ല, നമ്മുടെ കൊച്ചുവക്കീലിന്റെ അച്ഛൻ എഴുന്നേറ്റോ എന്ന് ചോദിച്ചു. എഴുന്നേറ്റ് തേണ്ട പിടിച്ച് കൊണ്ടുപോയി കസേര ഇരുത്തിയിട്ടുണ്ട്. ഇപ്പൊ മരം വിഴുങ്ങിയതുപോലെ അനങ്ങാതെ അവിടെ തന്നെ ഇരിപ്പുണ്ട് എന്നിങ്ങനെ പറയാണ്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞപ്പൻ നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോഴേക്കും ശ്യാമള സാധനങ്ങളൊക്കെ എടുത്തു. ഇതേ മനുഷ്യ, എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് സമയമായിന്നേ, എഴുന്നേക്ക്. കുഞ്ഞപ്പൻ നീ എത്തിയോ? എന്നാ പിടിടാ, ഞാൻ റിപ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മള് അന്ന് പോയ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ പോണത്? അത് തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ എന്നാ വാ എന്ന് പറഞ്ഞു. ഈ അഞ്ജലി പെണ്ണിത് എവിടെ എന്താ വരാത്തത്? അഞ്ജലി ഇപ്പൊ എത്തും, നിങ്ങൾ ഇറങ്ങ എന്ന് മധു. അപ്പൊ അതേണ്ട നമ്മുടെ ശിവരാമനെയും പിടിച്ചുകൊണ്ട് ഇവര് നേരെ ഓട്ടോറിക്ഷയിലേക്ക് ചെന്ന് കയറ്റുകയാണ്. ആള് ഒരു ബന്ധമില്ലാത്ത പോലെ ഇങ്ങനെ നോക്കുന്നത് കേട്ടോ. പരസ്പര വിരുദ്ധം എന്നതുപോലെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ ഇവര് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേനും അഞ്ജലി ഇതേണ്ട അങ്ങോട്ടേക്ക് വന്നു. അപ്പത്തേനും വേഗം തന്നെ ഇന്ദിര അവിടെയും കയറുന്ന പ്രകടനം കാഴ്ചവെക്കണമല്ലോ. നീ എവിടെ പോയി കിടക്കുമായിരുന്നടി? സ്വന്തം തന്തയൊക്കെ ഒരാവശ്യം വന്നപ്പോ മതി, ഞാൻ എത്തിയിട്ടുണ്ട്, വേണ്ടതുപോലെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അഞ്ജലി. അപ്പൊ നിർത്തി ഇന്ദിര, ഇനി പറഞ്ഞാൽ ചിലപ്പോ അട്ടി കിട്ടുമെന്നുള്ള അവസ്ഥയായി. കടലാസൊക്കെ എടുത്തില്ലേ അമ്മേ എന്ന് ചോദിച്ചു. എടുത്തു മോളെ, വാ കേറ് എന്ന് പറഞ്ഞ ഇവര് ശിവരാമനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ആര്യ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്, ബാക്കി എല്ലാവരും നിൽക്കുവാണ്. അപ്പൊ നീലിയും മധുവോടെ നിൽക്കുകയാണ്. ഉടനെ തന്നെ അയ്യോ, എന്താടി ഇവിടെ നോക്കി നിൽക്കുന്ന? കേറ്റലും ഇറക്കലും ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി പൊയ്ക്കൂടെ? ഈ തള്ളയെ കൊണ്ട് ഒരു പൊറുതിയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്താണ് കാര്യങ്ങള്. ഇതൊരു നടക്ക് പോകുന്ന ലക്ഷണമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ദിര ഇങ്ങനെ കയറി വരുന്നത്. അപ്പൊ ആര്യക്കാണെങ്കിൽ കളി സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്താടി നീ നോക്കി പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു ആര്യയോട്. ഞാൻ പറഞ്ഞത് ഉള്ളത് തന്നെയല്ലേ, ചിലപ്പോ മിണ്ടാട്ടമില്ല, ചിലപ്പോ മിണ്ടാട്ടമേ ഉള്ളൂ. ഇപ്പൊ വടി പോലെ കിടക്കുന്നു, ഇരിക്കുന്നു, നടക്കുന്നു. അങ്ങേർക്ക് എന്തോ സാരമായ തകരാറുണ്ട്. ആ തകരാറ് അമ്മയും അഞ്ജലിയും കൂടി പരിഹരിച്ചോളും. അമ്മ തൽക്കാലം ഇടപെടണമെന്നില്ല. ഇടപെടേണ്ടി വരുവടി, ഇടപെട്ടാലേ പറ്റുള്ളൂ. തലയിലെടുത്ത് കാശിനും പിന്നെ നിക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥയില് ഒന്നിനു പുറകിന് ഒന്നായിട്ട് ചെലവ് വന്നാ പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്നതാ. എല്ലാത്തിനും ഞാൻ തന്നെ വേണ്ടേ ഇപ്പൊ ഓടാനായിട്ട്? എന്റെ പൊന്നമ്മേ, അമ്മാവന്റെ സ്ഥാനത്ത് അമ്മയ്ക്കാ വരുന്നെങ്കിൽ കാശില്ലാന്ന് പറഞ്ഞ് നോക്കി നിന്നാ മതിയോ? അയ്യോ, അവളുടെ ഒരു ആലോചന പോയ പോക്കേ. എടി, ഇതേ ഇപ്പൊ നന്നായേ. ഞാനൊന്ന് വീണു പോയാലേ നീയൊക്കെ പട്ടിണിയാ, വെറും 6 പട്ടിണി. അതോർത്തിട്ട് വേണം ആശുപത്രിയിലേക്ക് കൊണ്ടുപോണോ വേണോ എന്നൊക്കെ തീരുമാനിക്കാൻ തന്നെ. മനസ്സിലാക്കിക്കോ. ഇവളെ എന്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോ എന്റെ ഈശ്വര എന്ന് പറഞ്ഞോണ്ട് അവളുടെ ഒരു സാരോപദേശം എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് നേരെ അകത്തേക്ക് പോവാണ്. ഈ തള്ളയെക്കൊണ്ട് പൊറുതി മുട്ടി ആര്യ. പിന്നെ കാണുന്നത് നമ്മുടെ ശംഖുചക്രത്തിലാണ്. അപ്പൊ അച്ചമ്മയുടെ മുറിയിൽ പോയിരുന്ന അച്ചമ്മയ്ക്ക് ടാബ്ലറ്റ് ഒക്കെ എടുത്തു കൊടുക്കാണ് അർജുൻ. എനിക്ക് സാധാരണ ടാബ്ലറ്റ് ഒക്കെ കൃത്യസമയത്ത് എടുത്തു തരുന്നത് ആ കുട്ടികളിൽ ആരെങ്കിലും എനിക്ക് കൃത്യസമയത്ത് മരുന്ന് തരാറുള്ളത്. അല്ല, ഇന്ന് അവരെ ആരെയും ഇങ്ങോട്ടേക്ക് കണ്ടില്ലല്ലോ, എന്തു പറ്റി? അറിയില്ല മുത്തശ്ശി, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടക്കണ കണ്ടു. എന്തോ ഗസ്റ്റുകൾ ആരോ ഉണ്ടെന്ന് തോന്നുന്നു, ഞാനൊന്നും ചോദിക്കാൻ പോയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതേ വരുന്നുണ്ട് ഗസ്റ്റ്, മറ്റാരുമല്ല നമ്മുടെ കാവ്യയും അതുപോലെ തന്നെ കുറുപ്പും സേതുവും കൂടിയാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ സുന്ദരിയൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ക്ഷണിച്ചകത്തേക്ക് കയറ്റാനായിട്ട് മുകുന്ദനും നമ്മുടെ രാഘവനുണ്ണിയും നന്ദിനിയും കൂടി ഇറങ്ങി ചെല്ലുക. കാവ്യമോള ആകെ മാറിയല്ലോ, സാരി ഉടുക്കാൻ പഠിച്ചോ? എവിടുന്ന്? എന്റെ 1 മണിക്കൂറത്തെ അധ്വാനമായി കാണുന്നത് എന്ന് പറഞ്ഞ് സേതു. അത് നന്നായി, എന്തായാലും വൃത്തി മെനയൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം. എന്താടോ കുറുപ്പേ, 8 മണിക്ക് മുമ്പ് എത്തുമെന്ന് പറയട്ടോ, 9:30 ആയല്ലോ.
എന്ത് ചെയ്യാനാ, മുടിഞ്ഞ ബ്ലോക്ക്. ഒന്ന് ചുറ്റിക്കറങ്ങി വന്നപ്പോ അവിടെ പാലം പണി. പിന്നെ കറങ്ങി ചുറ്റി ഒരു വിധം ഇവിടെ എത്തിയെന്ന് പറഞ്ഞാ മതിയല്ലോ. അതെ, കുറിപ്പിടിനെ പോലെ നാട് ഭരിക്കുന്നതില്ലെങ്കിലും ഒരേ റോഡൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞു. ആ ഏരിയ അങ്ങ് വിട്ടുപിടിച്ചാലേ മുന്താ എന്ന് പറഞ്ഞു. ഇത് ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന സമയാ, അതാ പറഞ്ഞത്. അപ്പ പിന്നെ അതെ, നാ വടക്ക് മുന്നോട്ട് നടക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കാവ്യ ഇവരെല്ലാവരുടെ നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് രമ്യയും ഗോവിന്ദനോട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം ആഹാ, ഇത് ആരാ വന്നിരിക്കുന്നത്? ഭയങ്കര സന്തോഷത്തോടെയാണ് കേട്ടോ അവരങ്ങ് ചെല്ലുന്നത്. അല്ല, ഇതാര്? ബാബ കുറുപ്പേട്ട, എന്താ ഇതൊരു പ്രതീക്ഷിക്കാത്ത വരവായല്ലോ, അതും ഫാമിലി ആയിട്ട്. അതെന്താ ഗോവിന്ദ, താനൊന്നും അറിയാത്തതുപോലെ എന്ന് ചോദിച്ചോ. അപ്പോ താൻ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാറില്ലേ എന്ന് ചോദിച്ചു. അല്ല, ഇന്ന് അർജുന്റെയും കാവ്യയുടെയും വിവാഹ തീയതി നിശ്ചയിച്ച വിവരം നമ്മൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കല്ലേ. അപ്പൊ ഇവര് പെട്ടെന്ന് മുഖത്തോട് മുഖം നോക്കുകയാണ്. രാഘവനുണ്ണി ഇവരോടൊന്നും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല കേട്ടോ. അപ്പൊ വേഗം രാഘവനുണ്ണി കയറി ഇടപെട്ടിട്ട് എല്ലാം പെട്ടെന്നായിരുന്നു ഗോവിന്ദ എന്ന് പറഞ്ഞു. അല്ല, കല്യാണ തീയതിക്ക് ഇനി അധികം നാളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എൻഗേജ്മെന്റ് അതങ്ങ് ഒഴിവാക്കി. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം എന്ന് വിചാരിച്ചു. പകരം പയ്യന്റെ വീട്ടിൽ വെച്ച് രണ്ട് കുടുംബക്കാരും തമ്മിൽ ഔദ്യോഗികമായിട്ടൊരു പ്രഖ്യാപനം, അത്രേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പൊ ഇവര് പരസ്പരം നോക്കുക കേട്ടോ. തീയതിയും മുഹൂർത്തവും മാത്രം ഇന്നറിയിക്കും, ബാക്കിയൊക്കെ പിന്നാലെ കാർഡായിട്ട് അച്ചടിച്ച് കൈ തരും. എന്താ അത് പോരെ എന്നിങ്ങനെ ചോദിക്കുക. അത് മതി. അപ്പൊ ഇവരുടെ മുഖം ആകെ സങ്കടം പോലെ ആയി കേട്ടോ. വേഗം തന്നെ ഒന്നും ഈ കുടുംബത്തെ താമസിച്ചിട്ടും പറഞ്ഞില്ലല്ലോ. അല്ല, ഇത്രയും പ്രാധാന്യമുള്ള ചടങ്ങാവുമ്പോ വീട്ടിൽ കാരണവന്മാരൊക്കെ വേണ്ടേ എന്ന് ചോദിച്ചു രമ്യ. കുറഞ്ഞു പക്ഷം അമ്മയെങ്കിലും. അതെ, ഈ വീട്ടിലെ കാരണവര് ഞാൻ തന്നെയാ, അതുകൊണ്ട് ഞാൻ തന്നെ തീരുമാനിച്ചാൽ മതി എന്ന് രാഘവനുണ്ണി. അതുകൊണ്ട് പുറത്തുള്ള കാരണവന്മാരെ ഗസ്റ്റ് ആയിട്ട് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് രാഘവനുണ്ണി ഇങ്ങനെ പറയുകയാണ് കേട്ടോ. നിങ്ങൾ വന്നിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ വിളിച്ച് അവിടെയൊക്കെ ക്ഷണിച്ച് അവിടെ ഇങ്ങനെ ഇരുത്തുകയാണ് കേട്ടോ. അപ്പം അതേണ്ട ഈ പറഞ്ഞ പോലെ ഇന്ദുവും ബാക്കി കുട്ടികളും ഒക്കെ കൂടി ചേർന്ന് ജ്യൂസും സ്നാക്സും ഒക്കെ കൂടി കൊണ്ടുവന്ന് അവരും അവിടേക്ക് അങ്ങനെ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇവരിപ്പുറത്തേക്ക് മാറി നിന്നു, ബാക്കി എല്ലാവരും അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക്. അപ്പൊ വേഗം തന്നെ നമ്മുടെ ഗോവിന്ദൻ അർജുൻ, എടാ അർജുൻ എന്ന് പറഞ്ഞു വിളിക്കുക. ചിറ്റപ്പനാണല്ലോ, എന്താ കാര്യം പോലും. വിളി കേട്ടോണ്ട് വേഗം തന്നെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പൊ അങ്ങോട്ടേക്ക് വരുമ്പോ വേഗം തന്നെ നമ്മുടെ ബാക്കിയുള്ള കുട്ടികളൊക്കെ അവിടെ നിൽപ്പുണ്ടല്ലോ, അവര് പറയാ നായകൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് എത്തും. അല്ല, കാവ്യച്ചെ സാരി എടുത്ത് കാണുമ്പോ അർജുനന്റെ റിയാക്ഷൻ എന്താന്നാ എനിക്കറിയാൻ പാടില്ലാത്ത എന്ന് പറയാണ് കേട്ടോ. അല്ല, ശരിക്കും പറഞ്ഞാലേ നമ്മുടെ അച്ചുവേട്ടൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അച്ചുവേട്ടന്റെ ആ പെണ്ണുമ്പിള്ള ഈ കാവ്യച്ചയാവാൻ സാധ്യതയില്ല. അപ്പൊ പിന്നെ ആരായിരിക്കും ആ പെണ്ണുമ്പിള്ള എന്നിങ്ങനെ ഇവളുമാരിങ്ങനെ കുശു എന്ന് പറയുകയാണ് കേട്ടോ. ആ പെണ്ണുമ്പിള്ള തേച്ചിട്ട് പോയി കാണും എന്ന് അവിടെ നിന്ന് അവര് പറഞ്ഞു ചിരിക്കാം. എന്താണെങ്കിലും ഇതൊരു കല്യാണ ഗൂഢാലോചനയാ. അച്ചുവേട്ടൻ വരുമ്പോ മിക്കവാറും ഒരു പൊട്ടിത്തെറി ഉറപ്പാ എന്ന് ഇവരിങ്ങനെ പറയാണ്. അപ്പൊ അതേ എത്തി നമ്മുടെ നായകൻ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അർജുൻ അങ്ങോട്ടേക്ക് എത്തി. ഇവരെ കണ്ടപ്പോഴത്തേനും അർജുൻ ആകെ ഷോക്കായിട്ട് കുറച്ചു നേരം അവിടെ ഇങ്ങനെ നിൽക്കാം കേട്ടോ. അപ്പൊ വേഗം തന്നെ എന്താ ചിറ്റപ്പ, എന്തിനാ വിളിച്ചത് എന്ന് ചോദിച്ചുകൊണ്ടാണ് അർജുൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്തോ പന്തികേട്, നിന്റെ വിവാഹ തീയതി നിശ്ചയിക്കുമ്പോ നീ ഇതെവിടെ പോയി കിടക്കാടാ എന്ന് ചോദിച്ചു. എന്റെ വിവാഹ തീയതി നിശ്ചയിക്കാനോ എന്ന് ചോദിച്ച് അർജുൻ. അപ്പം കുറുപ്പും കാവ്യയും സേതുവും മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കാണ്. ആരോട് ചോദിച്ചിട്ട്, ഞാനത് അറിഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അർജുൻ. അപ്പൊ ഇവരിങ്ങനെ നോക്കി ആകെ അടി കിട്ടിയ പോലെ ആയി കേട്ടോ. എല്ലാവരുടെയും മുഖം വേഗം തന്നെ മാറുകയാണ്. വേഗം രാഘവനുണ്ണി, എടാ ഞാനും നിന്റെ അമ്മയും അറിഞ്ഞിട്ടുണ്ട്, അത് തൽക്കാലം മതി എന്ന് പറഞ്ഞു. നീ ഇവിടെ വന്ന് ഈ കാവ്യയുടെ മോളുടെ ഒപ്പം ചേർന്ന് നിന്ന് എന്നിങ്ങനെ പറയാണ്. മുകുന്ദ, ഇവരുടെ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കണം കേട്ടോ, നീ എന്ന് എടുക്കുക കേട്ടോ എന്ന് പറഞ്ഞു. ശരി വല്യേട്ടാ, എന്നാ വാട ഇവിടെ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ അർജുൻ അങ്ങോട്ടേക്ക് വരുന്ന കണ്ടപ്പോ കാവ്യയുടെ അടുത്ത് ഇരിക്കാനാണെന്നാണ് ഇവര് വിചാരിച്ചത്. കാലി പൂണ്ടാണ് അർജുൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് കേട്ടോ. ചെന്നവടി എന്തിനാ എന്നാ ഇങ്ങനെ കടുപ്പിച്ചിങ്ങനെ ചോദിക്കാണ്. എന്തിനാന്നാ ചോദിച്ചത്? എന്നോട് ചോദിക്കാതെ നടത്തുന്ന ചടങ്ങിന് ഞാനിപ്പോ എന്തിനു നിന്ന് കൊടുക്കണം എന്ന് ചോദിച്ചു. അല്ല എടാ, അത് പിന്നെ അപ്പം അർജുന്റെ ഭാവമൊക്കെ ആകെ മാറി. എടാ മോനെ, നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു കുറുപ്പ്. നിങ്ങള് തമ്മിലുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം എന്റെ അനുവാദമില്ലാതെ എന്റെ വിവാഹ തീയതി നിശ്ചയിക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന് പറ എന്ന് ചോദിച്ചു. അപ്പൊ വേഗം തന്നെ ഇവര് മിണ്ടാട്ടോ ഇല്ല ആർക്കും. എല്ലാവരും ഇങ്ങനെ നോക്കുക. അർജുൻ,
നീ എന്നാ സംസാരിക്കുന്നത്? ആരുടെ മുഖത്ത് നോക്കിയാ സംസാരിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? ആരുടെ മുഖത്ത് ചോദിക്കുന്നു നോക്കി ചോദിക്കുന്നു എന്നുള്ളതല്ല, എന്തു ചോദിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. മനസ്സിലായില്ലേ അച്ഛന് എന്ന് ചോദിച്ചു. അതെ, എന്റെ അനുവാദമില്ലാതെ എന്റെ വിവാഹം നിശ്ചയിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? അതെനിക്കറിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുന്റെ നിൽപ്പ്. അപ്പോഴേക്കും രാഘവൻ ഉണ്ണിക്ക് ആകെ ടെമ്പർ തെറ്റിയ പോലെ ആയിട്ടോ. അപ്പൊ അപമാനിക്കുന്ന പോലെ ശംഖുചക്രം തറവാട്ടില് രാഘവൻ ഉണ്ണിയുടെ സ്വന്തം മകന്റെ വിവാഹം നിശ്ചയിക്കാൻ ആരുടെയും അനുവാദവും ഔദാര്യമോ അഭിപ്രായവോ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. ആ മകൻ ഞാനാണെങ്കിൽ ഏകപക്ഷീയമായ നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് നിന്ന് തരാൻ എനിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിന്റെ ബുദ്ധിമുട്ട് ഞാൻ ഇന്ന് തീർത്തു തരാടാ. എന്താണ് നിനക്ക് ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചു രാഘവൻ ഉണ്ണി ചാടി എഴുന്നേറ്റ് ആക്രോശിച്ച് ഇവന്റെ നേരെ ചെല്ലാണ്. ഒന്നും കയറി ഇടപെട്ടു. അല്ല, എന്താ ഏട്ടാ ഇത് എന്നിങ്ങനെ ചോദിക്കാട്ടോ. ഏട്ടന് ശരിക്കും ഈ വിവാഹ തീയതി നിശ്ചയിക്കുന്നതോ അല്ലെങ്കിൽ ഈ വിവാഹക്കാര്യമോ ഞങ്ങളോടോ അവനോടോ ഒക്കെ ഒളിച്ചു വെച്ചതല്ലേ ഈ പ്രശ്നം? ആർക്കാണെങ്കിലും സ്വന്തം വിവാഹം നിശ്ചയിക്കുമ്പോ ആർക്കാണെങ്കിലും ടെൻഷൻ ഉണ്ടാവില്ലേ? അതൊക്കെ അവനും ഉണ്ടായിട്ടുള്ളൂ. അർജുനെ മോനെ, നീ അകത്തേക്ക് ചെല്ല്, ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. വാ ഇങ്ങോട്ട്, നീ ഇങ്ങ് വാടാ എന്ന് പറഞ്ഞ് ഇവനെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ ഗോവിന്ദൻ. അപ്പൊ രമ്യ എടുത്തു കൊണ്ടുവന്നിട്ട്, എടേ രമ്യേ, നീ അകത്തേക്ക് ഇവിടെ കൊണ്ടുപോ, ചെല്ല് എന്ന് പറഞ്ഞു. വാ ഇങ്ങോട്ട്, നീ പറയുന്ന കേക്ക് ചെറിയമ്മേ, നീ ഒന്നും പറയണ്ട, വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ബലത്തിലൂടെ പിടിച്ചകത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ വേഗം തന്നെ എല്ലാരും ഇരിക്കുക, കാര്യങ്ങൾ മുറ പോലെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അല്ലടോ അർജുൻ ഇങ്ങനെ എന്ന് പറഞ്ഞ് അവർക്ക് പെട്ടെന്നൊരു മടുപ്പൊക്കെ തോന്നി കേട്ടോ. അതെ, ഒന്നുമില്ലടോ കുറുപ്പേ, ഞാനല്ലടോ പറയുന്നത്. നിങ്ങൾ ഇവിടെ ധൈര്യമായിട്ടിരിക്കുക, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. നിങ്ങൾ ഇവിടെ ഇരിക്കുക ധൈര്യമായി എന്ന് പറഞ്ഞു. അപ്പം നേരെ അച്ചമ്മയുടെ റൂമിലേക്ക് അർജുനെയും പിടിച്ചു വലിച്ചുകൊണ്ട് നേരെ രമ്യ അങ്ങോട്ടേക്ക് വരിക. നീ ഇവിടെ ഇരിക്കുക, നീ സമാധാനമായിട്ടൊന്ന് ഇരുന്നേ, ഞാൻ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് രമ്യ നേരെ പോവാ. എന്താടാ? അല്ല, അവനോട് നേരത്തെ ഒന്നും പറയാത്തതുകൊണ്ടായിരിക്കും പെട്ടെന്ന് കേട്ടപ്പോൾ ഷോക്കാ എന്ന് വേഗം തന്നെ നന്ദിനി ഇങ്ങനെ പറയുക. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അല്ലേ, അതായിരിക്കും കാരണം. അല്ല, തൽക്കാലം നമുക്ക് ആ തീയതി അങ്ങ് അനൗൺസ് ചെയ്യാം, ബാക്കി കാര്യങ്ങളൊക്കെ മുറ പോലെ തന്നെ അങ്ങ് നടന്നോളൂല്ലോ. പിന്നെന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ആ അത് തന്നെ കുറുപ്പേ, താൻ ആ ഡേറ്റ് ഒന്ന് വായിച്ചേ, ഞങ്ങളോട് ഒന്ന് കേൾക്കട്ടെ. അല്ല അടോ അത് പിന്നെ അർജുൻ. വായിക്കെടുത്താൻ ഞാനല്ലേടോ പറയുന്നത്. ശരി സേതു, അതിങ്ങത്താ എന്ന് പറഞ്ഞു. അപ്പൊ സേതു എടുത്ത് ആ കടലാസ് എടുത്ത് നേരെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. വളരെ ഭയഭക്തിയോടുകൂടി തന്നെ വേഗം എഴുന്നേറ്റ് നിന്ന് അതങ്ങനെ നമ്മുടെ കുറിപ്പ് വായിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കേട്ട് ഗോവിന്ദനാണ് ദേഷ്യം കൊണ്ട് സഹിക്കാൻ പറ്റണില്ല. ഹരിശ്രീ ഗണപതായ നമ. ഈ മാസം ചിങ്ങമാസം 3-ാം തീയതി ബുധനാഴ്ചയാണ് മുഹൂർത്തം കുറിച്ചിരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും സന്തോഷം. കേൾക്കുവാണ് ഇങ്ങനെ ആകാംക്ഷയോടെ. അന്നേ ദിവസം രാവിലെ 10-നും 10:40-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ശംഖുചക്രം തറവാട്ടിലെ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയും നന്ദിനി മകൻ അർജുൻ രാഘവും മനക്കൽ തറവാട്ടിലെ MP വിശ്വംഭരക്കുറുപ്പ് സേതുലക്ഷ്മി മകൾ കാവ്യയുമായിട്ടുള്ള വിവാഹത്തിന് അനുയോജ്യമെന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്ന് വായിക്കുകയാണ്. അപ്പം ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം, എല്ലാവരും ഹാപ്പി ആയിട്ടോ. അപ്പൊ ആഹാ സന്തോഷം. രാഘവനുണ്ണി വേഗം എഴുന്നേറ്റ് വേണ്ട ആ കടലാസ് രാഘവനുണ്ണി കയ്യിലേക്ക് വാങ്ങുകയാണ്. ഭക്തിയോട് എന്റെ യേശുര എല്ലാം ഭംഗിയായി നടക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചാണ് വാങ്ങുന്നത്. അപ്പം എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഇത് വാങ്ങിച്ച് രാഘവനുണ്ണി അത് കയ്യിലേക്ക് പിടിച്ചു. അപ്പോ ഇതൊക്കെ എടുത്തൊന്ന് നോക്കുകയാണ്. സത്യ പൊരുത്തം നോക്കിയും കുറിപ്പടി തയ്യാറാക്കിയത് മേമടി കൃഷ്ണകൈമളാണ്, നമ്മുടെ കുടുംബ ജ്യോത്സ്യൻ. 10-ൽ 10 പൊരുത്തമാണ് കൈമള് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ മുകുന്ദൻ പറയാ, കൃഷ്ണകൈമള അച്ചിട്ട് പറയുന്ന ആളാണെന്നാണ് അനുഭവം. അത് ഇനിയില്ല, ഇപ്പൊ രണ്ടാമതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിയാ. അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ സമ്മതിച്ചു. അപ്പം പിന്നെ അല്ല, എടുത്തു പറയേണ്ട ചില സംഗതി എന്താന്ന് വെച്ചാ മുഹൂർത്ത നാള് തന്നെയാ പയ്യന്റെ ജന്മനക്ഷത്രം എന്നുള്ളതാ. ചോദ്യം ആണോ? ആഹാ കൊള്ളാലോ, ആ പറഞ്ഞത് നേരാണല്ലോ. ചിങ്ങമാസത്തിലെ ചോദ്യം അന്നാ അർജുന്റെ പിറന്നാള്. അതെ അത് തന്നെ. ഇത് വലിയൊരു സർപ്രൈസ് തന്നെ ആയിപ്പോയി, ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പൊ വേഗം തന്നെ ഇവര് ഭയങ്കര ഹാപ്പിയായി. എന്നാ ശരി, അപ്പൊ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ഔദ്യോഗികമായി കുറിക്കപ്പെട്ട സാഹചര്യത്തിൽ വിവാഹം നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തന്നെ അങ്ങ് നടത്താം. എന്താ, അതിലിനി ഒരു മാറ്റവും ഇല്ല. എല്ലാവരും എന്തെങ്കിലും എടുത്ത് കുടിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഗോവിന്ദൻ അപ്പുറത്തേക്ക് മാറി നോക്കി ഇരുന്നിട്ട് തീരുമാനിച്ചുറപ്പിച്ചത് നടക്കും.
നടന്നത് തന്നെ കണ്ടു തന്നെ അറിയാം എന്ന് പറഞ്ഞു. അപ്പൊ അതേ മുത്തശ്ശിയുടെ അടുത്തിരുന്ന് കാര്യങ്ങളൊക്കെ പറയാണ് അർജുൻ. പറ്റില്ല മുത്തശ്ശി, ദിസ് ഇസ് ടു മച്ച്. കല്യാണം കഴിക്കുന്നത് ഞാനല്ലേ, അച്ഛനല്ലല്ലോ. പിന്നെ എങ്ങനെയാ ഞാൻ അറിയാതെ എന്റെ കല്യാണം നിശ്ചയിക്കുന്നത്? രാഘവനുണ്ണിയുടെ സ്വഭാവം അതാ. താൻ പിടിച്ചെടുത്ത് സംഗതി നടക്കണം. കാലം മാറിയെന്നും തലമുറ മാറിയെന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല അയാൾക്ക്. എന്ത് ചെയ്യാനാ? പിന്നെ കാണുന്നത് നമ്മുടെ അഞ്ജലിനെയും ശിവരാമനെയും ശ്യാമളനെയാണ്. അപ്പം 3 പേരുടെ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. രാഘവൻ അല്ല നമ്മുടെ ശിവരാമകൃഷ്ണൻ ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ ഒരേ ഇരിപ്പാട്ടോ. ഡി നോക്കിക്കേ, നിന്റെ അച്ഛനിപ്പൊ വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ ഡി എന്നിങ്ങനെ ചോദിക്കാം. ഇതേ മനുഷ്യ നോക്ക്, നമ്മളിത് എവിടെയാ വന്നിരിക്കുന്നതെന്ന് അറിയോ? നമ്മൾ ഹോസ്പിറ്റൽ ഡോക്ടർ വരുമ്പോ ഏതാന്നൊക്കെ ഒന്ന് സംസാരിക്കണം കേട്ടോ. അമ്മയെ ഒന്ന് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ അഞ്ജലി. എടി എനിക്ക് തോന്നുന്നതേ ഇനിയിപ്പൊ കാതിനായിരിക്കോ പ്രശ്നം. ശേ, ഒന്ന് മിണ്ടാതിരി അമ്മേ എന്ന് പറഞ്ഞു. അവസാനം ഡോക്ടർ അങ്ങോട്ടേക്ക് എത്തി. സോറി കേട്ടോ, എനിക്ക് ഇത്തിരി എമർജൻസി ഉണ്ടായിരുന്നു, വന്നോണ്ടേ. ഹലോ ശിവരാമകൃഷ്ണൻ സാർ, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഒരു പ്രതികരണവും ഇല്ല ആൾക്ക്. ഞാൻ ആ സ്കാനിങ് റിപ്പോർട്ട് പരിശോധിച്ചു, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ വക്കീലെ എന്ന് പറഞ്ഞു. സർ എന്താ സർ പറയുന്നത്? ഡോക്ടർ പറയുന്നത് അത് തന്നെ, സബ്ട്യൂറൽ ഹെമറ്റോമ. അതെ, ശരിക്കും ആ അന്നത്തെ ഇടിയുടെ ആഘാതം ചിലപ്പോ അകത്തേക്ക് ചെന്നിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ആഫ്റ്റർ എഫക്റ്റാ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല അച്ഛൻ എങ്ങനെയാ, നല്ല ഉറക്കമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഭയങ്കര ഉറക്കാ സാറേ. ചില സമയത്ത് ഉറങ്ങിയാ പിന്നെ എണീക്ക പോലും ഇല്ല. പിന്നെ ചില സമയത്ത് ഉറക്കമേ ഇല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തീറ്റ പ്രാന്തമുണ്ട്. എന്റെ പൊന്നോ, ചില സമയത്ത് ആരെയും തിരിച്ചറിയാത്ത പോലെയാ അച്ഛന്റെ പെരുമാറ്റം. ആ പിന്നെ പക്ഷെ എപ്പോഴും ഇല്ല, ചില സമയത്ത് നോർമലുമാണ്. ഞാൻ അന്നേ സൂചിപ്പിച്ചില്ലേ, പേഷ്യന്റ് ചിലപ്പോ ഇൻഡിഫറന്റ് ആയിട്ട് പെരുമാറിയെന്നൊക്കെ ഇരിക്കുന്ന. ഫർദർ ട്രീറ്റ്മെന്റ് ഓഫ് കോഴ്സ്, പക്ഷെ ഞാൻ അന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു. സർ സർജറി? യെസ് എന്ന് പറഞ്ഞു. എന്റെ ഹനുമാൻ സ്വാമി, അതിന് ഒരുപാട് കാശ് വേണ്ടേ? നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും, പക്ഷേ വേറെ നിവൃത്തിയില്ല എന്ന് പറയാണ്. അറിയാലോ, ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലേക്ക് കടക്കുമ്പോൾ അതിന് എക്സ്പെൻസും കൂടും. 12 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ശ്യാമള. എന്ത് ചെയ്യും എന്നറിയാതെ. അല്ല ഡോക്ടറെ, ഇതിപ്പോ എപ്പോഴാ ചെയ്യേണ്ടത്? ഇനിയിപ്പോ ഇത്ര ദിവസത്തിനകം ചെയ്യണം, ഇന്ന ദിവസം ചെയ്യണം എന്നൊന്നും ഞാൻ തൽക്കാലം പറയണില്ല. കഴിവതും നേരത്തെ ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. വൈകും തോറും ചിലപ്പോ സിറ്റുവേഷൻ മോശമാകാനാണ് സാധ്യത കൂടുതൽ എന്ന് പറഞ്ഞു. സർ മനസ്സിലായി ഡോക്ടർ എന്ന് പറഞ്ഞു. അല്ല ഡോക്ടറെ, അപ്പൊ ഇത്രയും കാശ്? അമ്മയൊന്നും പറയണ്ട, അമ്മ എണീറ്റ് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ശ്യാമളയെയും അച്ഛനെയും കൂട്ടിക്കൊണ്ട് നേരെ പുറത്തേക്ക് പോവാണ് കേട്ടോ. പിന്നെ കാണുന്നത് ഇവരെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു പോകാൻ ഇറങ്ങി കുറിപ്പ്. ആദ്യം കുറച്ച് വിഷമമൊക്കെ തോന്നിയെങ്കിലും ഞാൻ ഹാപ്പിയാ. ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ വിഷമമുള്ളൂ എന്ന് പറഞ്ഞു കുറിപ്പ്. എന്ത് കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പറയാം, അച്ഛന്റെ ഗവർണർ പോസ്റ്റ് കൺഫേം ആയ ശേഷം കല്യാണം നടത്തണം എന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. ഇതിപ്പോ ഈ ഡേറ്റ് കിട്ടിയപ്പോ സാഹചര്യങ്ങളൊക്കെ മാറി മറന്നതല്ലേ, അതാ അച്ഛന്റെ വിഷമം അല്ലേ? കറക്റ്റ് നീ പറഞ്ഞത് കാവ്യെ, സത്യമാണ് എന്ന് പറയാണ്. ഞാൻ ഗവർണർ ആയിരുന്നെങ്കിൽ ഈ കല്യാണത്തിന് കിട്ടുന്ന പ്രിവിലേജും പബ്ലിസിറ്റിയും ഒക്കെ അതൊന്ന് വേറെ തന്നെയായിരുന്നു. അത് പോയി കിട്ടി. ഏടോ, അർജുനും കാവ്യയും കൂടി ഒന്നിക്കണം, അവര് സന്തോഷത്തോടെ ജീവിക്കണം, അതല്ലേ പ്രധാനം എന്ന് ഇങ്ങനെ ചോദിക്കണം. അത് തന്നെ. അല്ല, എവറിത്തിങ് ഹാപ്പൻ ഫോർ റീസൺ, അത്രേ ഉള്ളൂടോ. മോൾ ഓക്കെ അല്ലേ? ഞാൻ ഡബിൾ ഓക്കെ അങ്കൾ. പിന്നെ ഒരു കാര്യം മാത്രം, പക്ഷേ അർജുൻ ചിലപ്പോ ഇന്നത്തെ പോലെ ഇനിയും ഇൻഡിഫറന്റ് ആയിട്ട് പെരുമാറും. ആ സ്വഭാവം ഒന്ന് മാറ്റണം. അതൊക്കെ ചെറുപ്പത്തിന്റെ എടുത്തിളക്കമല്ലേ. അവൻ കെട്ടുന്ന താലി നിന്റെ കഴുത്തിൽ കയറട്ടെ, പിന്നെ ഇൻഡിഫറൻസ് ഒക്കെ ഒബീഡിയൻസ് ആയിട്ട് മാറിക്കോളും. എന്താ, നമ്മൾ അനുഭവിക്കുന്നതല്ലേ ഇതൊക്കെ എന്ന് വക്കീലേ? യെസ് യുവർ ഓണർ എന്ന് പറഞ്ഞ് എല്ലാവരുടെ തമാശക്ക് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് യാത്ര പറയാണ്. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ. പുതുപുത്ത വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.